मंदिर में जाने का से रोकना, कॉलेज में जाने से रोकना, पदयात्रा रुकवानी, ये तो इनकी स्टाइल है. इंटिमिडेशन टैक्टिक्स है. हम इंटिमिडेट नहीं होते इन लोगों से, इनसे डरते नहीं हैं. യാത്രയുടെ മുദ്രാവാക്യത്തെ ചേർത്തുപിടിച്ച് മുംബൈ വരെ BJP ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ ഭേദിച്ച് മുന്നേറും, ന്യായത്തിന് വേണ്ടി പോരാടുമെന്ന് വ്യക്തമാക്കുന്നു രാഹുൽ ഗാന്ധി. കലാപബാധിത മണിപ്പൂരിലും നാഗാലാൻഡിലും യാത്രക്കിടെ ഉണ്ടാകാത്ത തടസ്സങ്ങളെല്ലാം അസമിൽ ഉണ്ടാക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മ ഭരിച്ച് തൊഴിലില്ലായ്മയും അഴിമതിയും ദാരിദ്ര്യവും വർദ്ധിച്ച സംസ്ഥാനത്തിനും നീതി ഉറപ്പാക്കുമെന്നാണ് രാഹുലിന്റെ പ്രതികരണം. Massive price rise. Farmers are struggling. No youngster can get a job in this state. So that is the situation and that's what we are raising. വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ അനുവദിക്കുന്നില്ല. സർവകലാശാലയിലേക്കുള്ള പ്രവേശനാനുമതി നിഷേധിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഗുവാഹത്തി പട്ടണത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. എന്നാൽ BJP തടസ്സം നിൽക്കുന്നത് ജനപിന്തുണ ഏറാൻ കാരണമാകുന്നു. യാത്രയ്ക്ക് ഗുണകരമാകുന്നുവെന്ന് രാഹുൽ. ഗുവാഹത്തിയിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞ പോലീസുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. പ്രവർത്തകരെ പ്രകോപിപ്പിച്ചു, അക്രമങ്ങൾക്ക് ആഹ്വാനം നൽകി എന്നുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ രാഹുലിനെതിരെ കേസെടുക്കാൻ അസം DGPയോട് നിർദ്ദേശിച്ചത്. BJP നിയമം ലംഘിക്കുന്നത് പോലെ കോൺഗ്രസ് ചെയ്യില്ലെന്നും എന്നാൽ ബാരിക്കേഡുകൾ തകർക്കപ്പെടും, തങ്ങൾ ഭീരുക്കളല്ലെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുലിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.